അസ്സലാമു അലൈക്കും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റെല്ലാ ഇഷ്ടജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കാത്ത കാലത്തോളം, എന്നോട് മഹബത്ത് ഹൃദയത്തിലില്ലാത്ത കാലത്തോളം നിങ്ങൾക്കൊരു യഥാർത്ഥ മുഅ്മിനാകാൻ, യഥാർത്ഥ വിശ്വാസിയാകാൻ സാധ്യമല്ല. ആ മഹബത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഈ സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ അനുസരണത്തിന്റെയും പരിശുദ്ധ ഇസ്ലാമിന്റെയും അടിത്തറ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഈമാനിന്റെ വിശ്വാസത്തിന്റെ ബഹിർസ്ഫുരണമാണ് ഇമാം ബൂസൂരി റഹിമഹുല്ലാഹ് തന്റെ കവിതയിലൂടെ കാണിക്കുന്നത്. മഹാനവറുകൾ പറയുന്നു, അമിൻ തദക്കുരിതി റാനിം ബിദി സലമി മസജതദം അൻജറാ മിൻ മുഖലതിൻ ബിദമി. ഇമാം ബൂസൂരി തന്റെ സ്വന്തം ആത്മാവിനോട് ചോദിക്കുകയാണ്, അമിൻ തദക്കുരി, ഓർത്തതിന് വേണ്ടിയാണോ? ഇറാനിൻ, അയൽവാസിയെ, ബിദിസലമിനുള്ള അയൽവാസിയെ ഓർത്തതിന് വേണ്ടിയാണോ? മസജിദ, നീ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്, ദമൻ, കണ്ണുനീരിനെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ദീസലമ എന്ന് പറയുന്നത് മദീനയുടെ സമീപത്തുള്ള ഒരു പ്രദേശത്തിന്റെ പേരാണ്. ആ പ്രദേശത്തിന്റെ അയൽവാസി മദീനയിലെ പച്ചക്കുപ്പയിൽ അതിവിശ്രമം കൊള്ളുന്ന ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലിനെ ഓർത്തതിന് വേണ്ടിയാണോ? നീ മുഖലത്തിൻ, കണത്തടത്തിൽ നിന്ന് നീ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്നത്. വിദമീൻ, അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ആ കണ്ണുനീരിന് രക്തത്തിന്റെ വർണ്ണം വന്നിരിക്കും. രക്തഭംഗിലമായ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്നത് ആ അയൽവാസിയെ, ഇസ്ലാമിന്റെ അയൽവാസിയെ ഓർത്തതിന് വേണ്ടിയാണോ? റീഹു, അല്ലെങ്കിൽ കാറ്റടിച്ച് വീശിയത് കൊണ്ടാണോ? കാദിമയുടെ ഭാഗത്തിൽ നിന്ന്. കാദിമ എന്ന് പറയുന്നത് മക്കയുടെയും മദീനത്തിന്റെയും ഇടയിലുള്ള ഒരു വഴിയോരമാണ്. ആ കാദിമയുടെ ഭാഗത്തിൽ നിന്ന് കാറ്റടിച്ച് വീശുകയും ആ കാറ്റിൽ തന്റെ പ്രേമഭാജനത്തിന്റെ സൗരഭ്യം ഇങ്ങനെ എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണോ? ആ പ്രേമഭാജനത്തെ ഓർത്തുകൊണ്ടാണോ നീ കണ്ണുനീരൊഴുക്കുന്നത്? ബർഖു, അതല്ല ഇടിമിന്നലിന്റെ ആ മിന്നൽ പ്രകാശം വന്നത് കൊണ്ടിട്ടാണോ? മിന്നൽ പ്രകാശിച്ചത് കൊണ്ടാണോ? ഇളമിന്റെ ഭാഗത്തിൽ നിന്ന്, മദീനയിലെ കുന്നിന്റെ താഴ്വരയാണ് ഇളമിന്റെ ഭാഗത്തിൽ കൂരിട്ടുള്ള രാത്രിയിൽ മിന്നൽ പ്രകാശിച്ചത് കൊണ്ടാണോ നീ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ തന്റെ പ്രേമഭാജനത്തിന്റെ ഓരോ ഓർമ്മകളും തന്റെ മനസ്സിൽ വന്ന് തികട്ടി ആ സ്നേഹനിധിയെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീര്